ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 4 വയസ്സുകാരനായ ധ്രുവ് കുറഞ്ഞ സമയം കൊണ്ട് ഈ വാഹനങ്ങളുടെയും കമ്പനികളുടെയും ഒക്കെ ലോഗോ തിരിച്ചറിഞ്ഞതിനാണ് ഈ അംഗീകാരം ആ കുഞ്ഞിനെ തേടിയെത്തിയത്. ഇത് ധ്രുവ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു 4 വയസ്സുകാരൻ. ചുറ്റും കാണുന്ന കാറുകൾ ചൂണ്ടിക്കാണിച്ച് പേര് ചോദിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഉത്തരം പറയും ഈ കൊച്ചുമെടുക്കൻ. 1 മിനിറ്റ് 56 സെക്കൻഡിൽ 39 വാഹനങ്ങളുടെയും 1 മിനിറ്റ് 49 സെക്കൻഡ് കൊണ്ട് 49 വിവിധ കമ്പനികളുടെയും ലോഗോ തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ധ്രുവ് ഇടം പിടിച്ചത്. സംസാരിച്ചു തുടങ്ങി വാക്കുകൾ വ്യക്തമായി തുടങ്ങുമ്പോൾ തന്നെ കാറുകൾ ചൂണ്ടിക്കാട്ടി പേര് പറയുമായിരുന്നെന്ന് അമ്മ പ്രിയങ്ക. കുഞ്ഞൊരു 2-2.5 വയസ്സ് തൊട്ടേ ഈ കാർ ലോഗോസിന്റെ വീഡിയോസ്, പിന്നെ ഗെയിംസ് അങ്ങനെയുള്ളതൊക്കെ കാണുമായിരുന്നു. അപ്പം അന്നേരം അതിൽ നിന്നാണ് കൂടുതൽ പഠിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും റോഡിൽ കാണുന്ന വണ്ടികളുടെ പേരെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓർത്തത്, ഓക്കെ ഇത് എത്ര പറയുന്നു എന്ന് നമുക്കൊരു ജസ്റ്റ് ഒരു കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അവന് എല്ലാ കാറുകളും പറയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വണ്ടി ഏതാ? നമ്മുടെ ധ്രുവിൻ്റെ ഫേവറേറ്റ് കാർ ഏതാ? ലെക്സസ് ആണോ? മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സൈബയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സൈബ, ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലേ, അപ്പൊ തന്നെ പറയും. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ലോഗോ ഒക്കെ കാണോ എന്നൊന്നും ഇല്ല. ആള് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വളർന്നു വരുമ്പോൾ നല്ല വണ്ടി ക്രൈസ് ഉള്ള ആളൊക്കെ ആയിട്ട് മാറുമായിരിക്കും സ്വാഭാവികം. എന്തായാലും മിടുക്കനാണ്, വലിയൊരു അംഗീകാരമല്ലേ തേടിയെത്തിയത്? അതെ പൂജ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം കുട്ടിക്ക് എത്രത്തോളം ആ കാറുകളോടുള്ള ഇഷ്ടം. ആ കാറുകളോട് ഇഷ്ടം തന്നെയാണ് ഈ അംഗീകാരം നേടിക്കൊടുക്കാനും കാരണമായത്. ഇപ്പോൾ ധ്രുവിൻ്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുട്ടിയായിരിക്കും, അതായത് ഇപ്പോൾ 4 വയസ്സാണ്, അതൊന്നും ചെറുതായിരിക്കുമ്പോൾ കുട്ടി സംസാരിച്ച് തുടങ്ങി. കുട്ടികൾ സംസാരിച്ച് വാക്കുകളൊക്കെ വ്യക്തമായി തുടങ്ങാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ ധ്രുവ് ചുറ്റുമുള്ള കാറുകൾ ചൂണ്ടിയിട്ട് പേരുകൾ പറയുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കുട്ടി പറയുന്നത് കാറുകളുടെ പേരാണെന്ന്. അങ്ങനെ കുറച്ച് വാക്കൊക്കെ വ്യക്തമായി തുടങ്ങുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് കുട്ടി ഇങ്ങനെ കാറുകളുടെ ലോഗോ ആണ് തിരിച്ചറിയുന്നത്. അങ്ങനെ അപ്പോഴത്തേക്ക് ഇവർ നോക്കുമ്പോൾ കുട്ടി ഓൾമോസ്റ്റ് എല്ലാ കാറുകളുടെയും പേര്, ചുറ്റും കാണുന്ന കാറുകളുടെ ഒക്കെ പേര് അറിയാം. അങ്ങനെയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അംഗീകാരത്തിന് ശ്രമിച്ചുകൂടാന്നൊരു ആശയത്തിൽ എത്തുന്നത്. പിന്നെ നമുക്കിപ്പോൾ എല്ലാ പാരൻസും എങ്കിലും ചില മാതാപിതാക്കളൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ അംഗീകാരങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ഇങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിച്ചൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ധ്രുവിനെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. ധ്രുവിന്റെ സ്വയം താല്പര്യം കൊണ്ട് പറയുമ്പോഴും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അവന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത്രത്തോളം ചോദിക്കുമ്പോഴൊക്കെ അത്രത്തോളം ആവേശത്തോടു കൂടി അവൻ പറയുന്നതും അവന് ഇഷ്ടം കൊണ്ടുള്ളതാണ്. എന്തായാലും മിടുക്കനാണ്. ആശംസകളും നേരുന്നു. ശരി സൈബ.